കോൺഗ്രസിൻ്റെ തന്നെ ഭരണഘടനയുടെ 19 പ്രകാരം അതിൻ്റെ തന്നെ അനുച്ഛേദം 6 സബ് ക്ലോസ് സി പ്രകാരം ഒരു ജനപ്രതിനിധിയായ കോൺഗ്രസ് പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്താൽ അയാൾ കോൺഗ്രസ് പ്രവർത്തകനെന്ന നിലയിൽ ആർജിച്ച എല്ലാ പദവികളും രാജിവെക്കണം എന്നാണ് അവരുടെ ഭരണഘടന. കോൺഗ്രസിൻ്റെ ഭരണഘടനയുടെ 19 ക്ലോസ് നമ്പർ 6 സബ് ക്ലോസ് സി പ്രകാരം. അപ്പോൾ സാധാരണ കോൺഗ്രസിൽ സസ്പെൻഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇത്ര കാലാവധി എന്ന് സസ്പെൻഷനെ സംബന്ധിച്ച് ഒപ്പം തന്നെ തീരുമാനിക്കുന്നതാണ്. കോൺഗ്രസ് ഭരണഘടന പ്രകാരം കാലാവധി പറയാത്തതിനുണ്ട് 30 ദിവസ കാലാവധി കഴിഞ്ഞാൽ അവർക്കവരെ രാഹുൽ മാക്കൂട്ടത്തെ തിരിച്ചെടുക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമ തടസ്സവും ഉണ്ടാവില്ല. ഇത്തരത്തിലൊരു ഒത്തുകളിയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുക അല്ല, മറിച്ച് ജനകീയ സമ്മർദ്ദം കൊണ്ട് ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പ്രമുഖരുൾപ്പെടെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ അതിക്രൂരമായ ക്രിമിനൽ നിലപാടുകൾ മായ്ച്ചു കളയുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ തുടങ്ങി. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശുന്നതിനു വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അടക്കം കൊടുത്തു തുടങ്ങുന്ന നില വന്നു. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ ആഘാതത്തിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന്, അതുവഴി സാധിക്കുമെന്നാണ് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുക. പൊതുപ്രവർത്തന രംഗത്ത് തന്നെ ആകെ നാണക്കേടുണ്ടാക്കിയ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ലജ്ജിച്ച് തലതാഴ്ത്തുന്നതിന് പകരം അക്രമ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത് ഇതിപ്പോഴും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കുകയാണ്. ബുധനാഴ്ച രാത്രി മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസും കുറേ ക്രിമിനലുകളും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള കടന്നാക്രമം പോലീസിന് നേരെ ഉണ്ടായിരുന്ന തീപ്പന്തം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമം കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. അതും രാത്രി നമുക്ക് അത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്താനും അതുവഴി രാഹുലിൻ്റെ നേരെയുള്ള ജനരോഷം വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമൊന്നും കേരളത്തിലേശാൻ പോകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത് നല്ലത്. രാഹുൽ ചെയ്ത മനുഷ്യത്വഹീനമായ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ഇവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. CPIM-ൻ്റെ അതുപോലെ CITU-ൻ്റെയും കൊടിമരങ്ങളും ബോർഡുകളും നശിപ്പിക്കുക എന്നതും ഇതിൻ്റെ ഒപ്പം തന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്.